അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കി സ്കൂട്ടർ യാത്രക്കാരി. ആലുവയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെയാണ് സ്കൂട്ടർ യാത്രക്കാരി കടത്തിവിടാതിരുന്നത്. ജീവന്റെ വില പോലും കൽപ്പിക്കാതെ അവളെ ഇഷ്ടത്തിന് അങ്ങ് അറിഞ്ഞു പോവുകയാണ്. ആ ആംബുലൻസിൽ മരണത്തിനോട് മല്ലിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. അയാൾ ആ അറ്റം വരെ ഹോണടിച്ച് പോകല്ല. എനിക്ക് പറയാനുള്ളത് നിഷാനോടാണ്. ആംബുലൻസിൽ പേഷ്യന്റ് ഉണ്ട്, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരാളെ മുമ്പ് നിന്ന് സൈറൺ ഇടുക, ഓണടിക്കുക, അതൊക്കെ ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്ക് നിഷാൻ. പിന്നെ ആംബുലൻസിന് പോകാൻ എത്ര സ്ഥലമുണ്ട്, ഒന്ന് പോയിക്കൂടെ? അതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. പിന്നെ നിഷാനി ഒരു കാര്യം പറയുന്നുണ്ട്, ആംബുലൻസ് നല്ല ഓണടിക്കുന്നുണ്ട്, അതൊറ്റ ഓണടിക്കുന്നുണ്ട്, യുവതി മാറിക്കൊടുക്കില്ലാന്ന്. യുവതി മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനു മാറിക്കൊടുക്കണം? അതിൽ പേഷ്യന്റ് ഉണ്ട് വിചാരിച്ചിട്ട് എന്തിനു മാറിക്കൊടുക്കണം? ആ യുവതി പോയി കഴിഞ്ഞിട്ട് ആംബുലൻസിന് പോയാൽ പോരെ? ആംബുലൻസിന് ഇതിന്റെ ഇത്ര തിരക്കെന്തിനാ? പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ എന്തും ആവാലോ. അതായത് വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ സ്ത്രീ സംരക്ഷണം മറ്റത് മറിച്ചെന്ന് പറഞ്ഞിട്ട് അക്കന്മാരെല്ലാം കൂടെ വന്നിട്ട് അങ്ങോട്ട് അടി തുടങ്ങി. എനിക്ക് പറയാനുള്ളത് മുന്നിനോടാണ്. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ പതുക്കെ പോവാനുള്ളതാ, അല്ലാണ്ട് സ്പീഡ് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്? ആംബുലൻസ് ഡ്രൈവറിന്റെ ഭാഗത്താണ് തെറ്റുള്ളത്. അതാദ്യം മനസ്സിലാക്കി. പറയാനുള്ള മാധ്യമ പ്രവർത്തകരോടാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ആണുങ്ങൾ വന്നിട്ട് ഒരു പീഡനം തേങ്ങ എന്ന് പറയുമ്പോൾ അവന്റെ ക്ലോസ് ഫോട്ടോ എടുത്ത് കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് പറ്റുമോ? ഇവളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ഇവളെ ക്ലോസ് ഫോട്ടോ കൊടുക്കാൻ പറ്റുമോ? ഇവളെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഗവൺമെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണം. എനിക്ക് പറയാനുള്ളത് നിഷാനോടാണ്. ഈ മാധ്യമ പ്രവർത്തകര് ആണിൻ്റെതാണെങ്കിലും പെണ്ണിൻ്റെതാണെങ്കിലും ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കി. 18 വയസ്സിന്റെ അടിക്ക് കാണിക്കില്ല, 18 വയസ്സിന്റെ മേലേക്ക് ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കി. നീയൊക്കെ ന്യൂസ് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ലേ, റിയാക്ട് ചെയ്യുന്ന ആളല്ലേ. ഈ കഞ്ചാവ് MDMA എത്ര ലേഡീസിനെ പിടിക്കുന്നുണ്ട്. അതിന്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ, അതൊന്നും ഈ കാണില്ല. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ലൈസൻസ് എന്തായാലും ആ പെണ്ണിൻ്റെതേ പോവുള്ളൂ. കുറച്ച് ഫൈനും കിട്ടും. എന്തായാലും ആംബുലൻസ് ഡ്രൈവറെ പോകൂല, അത് 100% ഉറപ്പാണ്. എനിക്ക് ആംബുലൻസ് ഡ്രൈവറെ ലൈസൻസ് പോകാൻ ആഗ്രഹം, പക്ഷെ പോകൂല. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തീർച്ചയായിട്ടും ഇതിന് തക്കതായിട്ടുള്ള നടപടികൾ എടുക്കണം. കാര്യം ഇപ്പോൾ ഒരു വണ്ടിയുടെ പെയിന്റ് മാറ്റിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് സ്പോയിലർ വെച്ചാൽ തന്നെ MVD വന്നിട്ട് മറ്റേ ഫൈൻ അടിച്ചു കൊടുക്കണം. പിന്നെ മുന്നേ ഒരു കാര്യം കടുപ്പിച്ച് പറയുന്നുണ്ട്, ഗണേഷ് കുമാർ ശക്തമായ നടപടി എടുക്കണമെന്ന്. ആർക്ക്? ആ യുവതിക്കെതിരെ ഒരിക്കലും ഗണേഷ് കുമാർ ശക്തമായ നടപടി എടുക്കരുത്. ആ ആംബുലൻസിന് ഡ്രൈവറിനെതിരാണ് നടപടി എടുക്കേണ്ടത്. ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ്, ഗണേഷ് കുമാറും രണ്ടാളും കൂടിയിട്ട് ആ ആംബുലൻസ് ഡ്രൈവറിനെതിരെ ശക്തമായ നടപടി എടുക്കണം. ഇതൊരു ജീവന്റെ കളിയാണ്. ഒരു ജീവന് വില കൊടുക്കാൻ പറ്റാതെ ഇവളൊന്ന് വാഹനം ഓടിക്കണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. എനിക്ക് പറയാനുള്ളത് നിഷാനോടാണ്. ഇതൊരു ജീവന്റെ കളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആംബുലൻസ് പതുക്കെ പോയാൽ മതി, സ്പീഡ് പോകേണ്ട ആവശ്യമില്ലാന്ന്. മനസ്സിലായോ? വേട്ട വളിയ, നിങ്ങൾക്കൊന്നും സാമാന്യ ബോധമില്ല. രണ്ട് വേട്ടവാളിയന്മാരുണ്ട്, ഒന്ന് നിഷാനി, ഒന്ന് മുന്ന. നിഷാനി സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ യുവതിൻ്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് 5000 റുപ്യ ഫൈന്. അത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ യുവതിക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല, അൽഹംദുലില്ലാഹ്, ഹൈർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.